ഒരാളെ പെര തെരഞ്ഞിങ്ങനെ നടക്കുകയാണ്, അതും ഒരു രാഷ്ട്രപതിന്റെ പെര തെരഞ്ഞ് നടക്കുകയാണ് ഞങ്ങൾ. ഇന്ത്യക്കാരന്റെ മനസ്സിന്റെ ഉള്ളിൽ കുറഞ്ഞ കാലം കൊണ്ട് കയറിക്കൂടിയ ഇന്ത്യന്റെ 11ാമത്തെ രാഷ്ട്രപതി ഡോക്ടർ അവുൽ പക്കീർ ജൈനുലാബിദീൻ അബ്ദുൽ കലാം, APJ അബ്ദുൽ കലാം എന്ന മിസൈൽ മാൻ. തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ഈ മനുഷ്യന്റെ പെര തേടി നടന്നാല് ഒരു തനി നാടൻ തെരുവിന്റെ ഉള്ളുക്ക് കയ്യും വീശി നമ്മൾ കാലിട്ട് നടക്കണം. ഈ നടത്തത്തിന്റെ അടുക്കേ നമ്മളെ പേജിന്റെ ഒപ്പം നിങ്ങൾ കൂടിയില്ലെങ്കിൽ അത് കൂടാൻ മറന്നോളി. നടത്തത്തിന്റെ ഒപ്പം കൂടുന്ന മാതിരി വീഡിയോന്റെ ഒപ്പം കൂടിയാൽ ഇമ്മാദ്യത്തെ വീഡിയോകൾ നിങ്ങൾക്കും കിട്ടും. ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എല്ലാവർക്കും വിട്ടുകൊടുക്കും. ഇന്നത്തെ മന്ത്രിമാരെ പോലെ മണിമാളികകളില്ല, ഫ്ളാറ്റുകളില്ല, ബംഗ്ലാവില്ല. ഈ കാണുന്നതാണ് ഇന്ത്യന്റെ 11ാമത്തെ രാഷ്ട്രപതി പ്രിയപ്പെട്ട കലാം സാറിന്റെ പെര എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചോ? എന്നാ വിശ്വസിച്ചേ പറ്റുള്ളൂ. 1910 ഈ പെരന്റെ കോലങ്ങൾ നോക്കി ഇങ്ങനെ. ഇനി 2002 ഇന്ന് ഈ കാണുന്ന കോലത്തിലെങ്കിലും ഉണ്ടാക്കിയത്. ഈ വാക്കുകൾ നോക്കി ഇതിന്ന് മനസ്സിലാകും ചെറുപ്പത്തിൽ ഒരു യുദ്ധവിമാനത്തിന്റെ പൈലറ്റ് ആവാൻ കൊതിച്ച് പത്രം വിറ്റ് കുടുംബം പോറ്റീന് കലാം സാറിന്റെ പ്രത്യേകതകൾ. ചെറുപ്പകാലത്തു നാനാജാതി മതസ്ഥരും തിങ്ങിപ്പാർക്കണ ഈ തെരുവിന്റെ മണ്ണിലേക്ക് ഭാരത് രത്ന, വീർ സവർക്കർ അവാർഡ്, കിങ് ചാൾസ് മെഡല്, പത്മഭൂഷൺ ഇതൊക്കെ കൊണ്ടുവന്ന കലാം സാറിന്റെ പെരന്റെ ഉള്ളിക്ക് നിങ്ങൾക്കും കയറാം, ഞമ്മക്കും കയറാം. എന്നാ നമ്മളൊന്നാണ് കയറിയാലോ? വീഡിയോ എടുക്കാൻ പരിമിതികളുണ്ട്, എന്നാലും കയ്യും വിധത്തിൽ പെർമിഷനൊക്കെ സെറ്റാക്കി കുറച്ച് എടുത്ത് നിങ്ങൾക്ക് അങ്ങോട്ട് കാണിച്ചു തരാം. ഇതാണ് കലാം സാറിന്റെ ഇക്കാക്ക, ഇത് ഇക്കാക്കാന്റെ മോന്. അങ്ങനെ കുടുംബക്കാരൊപ്പമുള്ള ഫോട്ടോകളൊക്കെ നമുക്ക് ആദ്യം തന്നെ കാണാം. എയർഫോഴ്സിന്റെ വിമാനത്തിൽ കലാം സാർ ഇട്ടീന ജാക്കറ്റ് അത് ഇവിടെ കാണട്ടോ. പത്മഭൂഷൺ, പത്മവിഭൂഷൺ, ഭാരത് രത്ന ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടല്ലേ ഉള്ളൂ. ഇതൊക്കെ കലാം സാറിന് കിട്ടിയത് നേരിട്ട് കാണാം. കലാം സാർ എന്ന മിസൈൽ മാന്റെ കണ്ടെത്തലുകളാണ് അഗ്നി, PSLV, GSLV, ബ്രഹ്മോസ്, പൃഥ്വി, ഇങ്ങനെ ഒരുപാട്. അതിന്റെ ഒക്കെ ഡെമോ പീസുകളും ഇവിടെ കാണാം. ഞാൻ പറയാൻ വിട്ടുപോയതും പറയാതെ പോയതുമായ കണ്ടെത്തലുകൾ ഒരുപാടുണ്ട് കേട്ടോ. ലോകത്തുള്ള സകല യൂണിവേഴ്സിറ്റികളും കൊടുത്ത ആദരവുകളും ഇവിടെ കാണാം. ഒപ്പം പഠിച്ചു നേടിയ സർട്ടിഫിക്കറ്റുകൾ. അദ്ദേഹം വായിച്ച ബുക്കുകളാണ് ഈ കാണുന്നതൊക്കെ. എഴുതിയ ബുക്കുകൾ വേറെ. അടൽ ബിഹാരി വാജ്പേയി കലാം സാറിന്റെ ബുക്ക് കിട്ടിയതിനെ കുറിച്ച് അയച്ച കത്ത്, കലാം സാറിന്റെ കോട്ട്, നടക്കാൻ കഴിയാത്ത കുട്ടിയേക്ക് അദ്ദേഹം കണ്ടെത്തിയ കണ്ടെത്തലാണിത്. ഈ ഫോട്ടോത്തിൽ അവസാനത്തിൽ നിൽക്കുന്ന ആ മനുഷ്യനാണ്. രണ്ട് ഭാഗത്തേക്കും മുടി നീട്ടിയിട്ട് അന്നത്തെ കാലത്തൊക്കെ കലാം സ്റ്റൈൽ എന്നുള്ള ലെവലിൽ മുടി വരെ നീട്ടി വളർത്തീന്. കുട്ടികളെ ഏറെ ഇഷ്ടപ്പെട്ടീന്. ഇന്ത്യക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട രാഷ്ട്രപതിയായി മാറിയ പ്രിയപ്പെട്ട APJ അബ്ദുൽ കലാം. കലാം സാറിന്റെ വീടായ ഹൗസ് ഓഫ് കലാം എന്ന് ഞങ്ങൾ ഇറങ്ങാണ്. CP ബോസ് ഉണ്ട്, മൂസ വക്കീലുണ്ട്, അഷ്റഫ് മടാൻ ഉണ്ട്. ഒരു പൈസയും കൊടുക്കാതെ രാവിലെ 7 മണി തൊട്ട് രാത്രി 8 മണി വരെ ഹൗസ് ഓഫ് കലാമിന്റെ അകത്തേക്ക് നിങ്ങൾക്ക് കയറാം. ഇതൊക്കെ കാണാം. ആഡംബരം കൊണ്ട് പെരുമ്പറ കൊട്ടുന്ന ഇന്നത്തെ മന്ത്രിമാര് കാണണം ഈ എളിമ നിറഞ്ഞ കലാം സാറിന്റെ പെരിയും മൂപ്പര ജീവിതം എത്ര എളിമ നിറഞ്ഞതാണ്. കുറച്ചും കൂടി കിലോമീറ്റർ അപ്പുറത്ത് APJ അബ്ദുൽ കലാം മെമ്മോറിയൽ ഉണ്ട്. കുളിച്ചി മാറ്റി റൂമിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ ചെന്നത് ഇങ്ങട്ടാ. പക്ഷേ പണി പാലും വെള്ളത്തിൽ കിട്ടി. ഇവിടേക്ക് മൊബൈലോ ക്യാമറയോ ഒന്നും കയറ്റാൻ പറ്റൂല. അത് പുറത്ത് എഴുതി വെച്ചിന്. എന്നാലും നമ്മൾ കയ്യും വിധത്തിൽ ശ്രമിച്ചു നോക്കി. പറ്റൂല എന്ന് പറഞ്ഞാൽ പറ്റൂല. ചെരുപ്പ് തന്നെ കയറ്റണില്ല. എന്നിട്ടല്ലേ മൊബൈലും ക്യാമറയും. ഏതായാലും ഇവിടെ ₹1 എൻട്രി ഫീ ഇല്ല കേട്ടോ. ഇതിന്റെ ഉള്ളിൽ കലാം സാറിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാം ഉണ്ട്. അതിനേക്കാളേറെ പ്രിയപ്പെട്ട ഇന്ത്യയുടെ മിസൈൽ മാന്റെ എളിമയുള്ള രാഷ്ട്രപതിയുടെ ഖബറും ഈ മെമ്മോറിയലിന്റെ ഉള്ളിലുണ്ട്. ഇതിന്റെ ഉള്ളിലുള്ള കാഴ്ചകൾ കാണേണ്ടത് തന്നെയാണ്. പറഞ്ഞറിയിച്ചാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവൂല.